ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നടന്ന മുംബൈ സൺറൈസേഴ്സ് മത്സരം കിഡിലൻ ഒരു ബാറ്റിംഗ് തന്നെയാണ് നമുക്ക് ഇരു ടീമുകളുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ സൺറൈസേഴ്സ് 277 റൺസാണ് 20 ഓവറിൽ സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചത്. സൺറൈസേഴ്സിന് വേണ്ടി ഹെഡ് 62 റൺസ് സ്വന്തമാക്കി. 24 ബോളിലാണ് അദ്ദേഹത്തിൻ്റെ 62 എന്നുള്ള സമ്പാദ്യം അദ്ദേഹം നേടിയത്. ശർമ്മ 63 റൺസ് 23 ബോൾ. അവരുടെ രണ്ടുപേരുടെ ഒരു ബാറ്റിംഗ് മികവിൽ തന്നെയാണ് സൺറൈസേഴ്സിന് അത്രയും ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് ക്ലസൻ 80 റൺസ് സ്വന്തമാക്കി. 34 ബോളിൽ 7 സിക്സും 4 ഫോറും അടക്കമാണ് അദ്ദേഹത്തിൻ്റെ 80 എന്നുള്ള സ്കോർ. അങ്ങനെ ടോട്ടൽ സൺറൈസേഴ്സിന് 277 എന്നുള്ള കൂറ്റം സ്കോർ എടുക്കാൻ സാധിച്ചു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ 2 കൽപ്പിച്ച് തന്നെയായിരുന്നു. രോഹിത് ശർമ്മ 26 റൺസ്, ഇഷാൻ കിഷൻ 34 റൺസ് സ്വന്തമാക്കി. പിന്നീട് വന്ന തിലക് വർമ്മ 64 റൺസ്, അദ്ദേഹത്തിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ഹാർദിക് പാണ്ഡ്യ 24 റൺസ്, ടിം ഡേവിഡ് 42 റൺസ്. പക്ഷേ 246 റൺസ് എടുക്കാൻ മുംബൈക്ക് സാധിച്ചു. പക്ഷേ 31 റൺസിൻ്റെ തോൽവിയാണ്. മുംബൈ രണ്ടാമത്തെ മത്സരവും തോറ്റ് നിൽക്കുകയാണ്. അപ്പോൾ സൺറൈസേഴ്സിനെതിരായുള്ള ഈ ഒരു മത്സരത്തിനകത്ത് മുംബൈ തോറ്റു, 31 റൺസിൻ്റെ തോൽവി. എന്നാലും നല്ലൊരു ചേസിങ് തന്നെ അവർ ശ്രമിച്ചു. 246 എന്നുള്ള അത്രയും റൺ എടുക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മത്സരം വരുന്നത് രാജസ്ഥാനും ഡൽഹിയും തമ്മിലായിട്ടാണ് വൈകിട്ട് 7:30. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുത്തിയിരിക്കണം. ബൈ.